ദുയർ ബ്രോ, നിങ്ങളെ വണ്ടിയുടെ വേണ്ട ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. ഇതൊക്കെ ഇതുണ്ട, ഇതെല്ലാം കിടന്ന് പ്ലേ ആയിട്ട്, ചെറിയ പ്ലേ അല്ല, ഇത് ഗിയർ ഇടുമ്പോഴൊന്നും വീഴാത്തതുണ്ട. ഈ ഉള്ളിലെ പ്ലേറ്റ് നല്ല പ്ലേ ആണ്. ആട് നിൽക്കുക അങ്ങോട്ട് പോകുന്ന ഇതിങ്ങനെ പ്ലേ ആവാൻ പാടില്ല. ഓക്കെ, ഇത് പ്ലേ ആയിക്കണേ, ഇത് കട്ടായിക്കണേ. ഈ പ്ലേറ്റ് ഇതുണ്ട, ഈ പ്ലേറ്റ് ഓൾറെഡി ഇവിടെ കട്ടായി പോയിക്കണേ. ഓക്കെ, സ്പ്രിങ് ടെൻഷനില്ല തീരെ. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറഞ്ഞിക്കണേ. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്, ഈ ലോക്ക്, എം പ്ലേറ്റ്, ഓക്കെ, ഈ ഷാഫ്റ്റ് മാറ്റാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതുണ്ടാ, ഇതിൻ്റെ വക്കുകൾ നോക്ക്, ഇതിൻ്റെ പല്ലെല്ലാം പ്ലേ ഓവർ ആയിക്കണം. ഇത് ഗിയർ ക്ലച്ച് പ്ലേ ഓവർ ആവുക എന്നല്ലാതെ ഒരു കാര്യമില്ല. ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചുതരാം. ഇത് കണ്ടാ, ഇത് ഈ ഷാഫ്റ്റിൻ്റെ മേലെ വന്നിട്ട് ഇന്നലെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഇതിങ്ങനെ പ്ലേ ആവുന്നതിൻ്റെ അതിൻ്റെ ഇതാണ് കണ്ടാ, ഇത് ഭയങ്കര പ്ലേ ആണ്. പ്ലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം തേയ്മാനം വന്നിക്കണേ. ഇതിൻ്റെ ഈ തലക്ക വരുന്ന നെട്ട് ലൂസായി കിടക്കുകയായിരുന്നു. ആ ലൂസായി കിടക്കുന്ന കാരണത്താൽ ഇതെന്ത് ചെയ്തു, ഇതിൻ്റെ മേലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പ്ലേ ആയിട്ട് ഇത് കട്ടായി പോയി. അപ്പോൾ ഇത് കട്ടായി പോയത് നമുക്ക് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യാമായിരുന്നു. പക്ഷേ വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഈ സാധനം ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഡാമേജാണ്. അപ്പോൾ ഇതും മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷാഫ്റ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് മാത്രം, ഈ ഗിയർ നമ്മൾ തന്നെ ഉപയോഗിക്കും, ഡോവും ഗിയറും തന്നെ ഉപയോഗിക്കും. പക്ഷേ ഈ ഷാഫ്റ്റിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പുതിയ ഷാഫ്റ്റ് വന്നിട്ടുണ്ട്, ഷാഫ്റ്റ് ധരിക്കണേ. ഓക്കെ, ഈ സാധനമാണ് തന്നെ. ഗിയറിൻ്റെ ലിവർ ഇതുണ്ടാ, ഏതോ ഒരു ഷോർട്ട് ലിവർ, ഈ ഷോർട്ട് ലിവറാണ് അതിമ കിടന്നിരുന്നത്. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല അതിമ. ഓക്കെ, അത് ഒഴിവാക്കിക്കണേ. അതേപോലെ ചെയിന് ഇതുണ്ടാ, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി നിന്ന സാധനമാണിത്. ഇതാകെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാ, ഇതാകെ പറ്റ തുരുമ്പായിക്കണേ. ഈ പല്ലൊക്കെ തുരുമ്പ് പിടിച്ചിക്കണേ. അപ്പോൾ ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ വരുത്തിയിട്ടുണ്ട് പുതിയത്. ഇത് സ്പോക്കറ്റ് ഒറിജിനൽ തന്നെയാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, 700 രൂപ റേറ്റാണ് അതിൻ്റെ. ഓക്കെ, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, ഡിസ്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ചെയിന്, അതേപോലെ ഫ്രണ്ടിലെ നമ്മൾ പറഞ്ഞല്ലോ ഈ സാധനം വെല്ല് ഇതായിരിക്കുന്നു അതുണ്ട്. പിന്നെ ബാക്കിലെ സ്പോക്കറ്റ് അതുണ്ട് ഇതായിരിക്കുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഗിയറിൻ്റെ ലാച്ചുകൾ മുഴുവൻ വന്നിട്ടുണ്ട്. ഈ ഗിയറിൻ്റെ ലാച്ചുകൾ ഇതൊക്കെ ഒറിജിനലാണ്. ഫുള്ള് സാധനം ഇതാ എടുക്കുന്നത്. വിൻസിന്ന് വന്ന ബില്ലുണ്ട്. അതേമാതിരി ക്ലച്ചിൻ്റെ ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനാണ് ഈ ഇരിക്കുന്നത്. ഓയാണ് സാധനം. ഓക്കെ, പിന്നെ ബ്രേക്ക് സ്വിച്ച്, ആ വണ്ടിമേ ബ്രേക്ക് സ്വിച്ച് ഇല്ല, ആ സ്വിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ബെയറിങ്, 2 വീൽ ബെയറിങ് ഇതായിരിക്കുന്നു ബാക്കിലെ. ഓക്കെ, സ്പോക്കറ്റിൻ്റെ ബെയറിങ് കൂടെ വന്നിട്ടുണ്ട്. ഓയിൽ സീൽ വന്നിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ നമ്മൾ ഇതിൻ്റെ സ്പോക്കറ്റിൻ്റെ. ഓക്കെ, ഒറിജിനലാണ് സാധനം. നമ്മൾ പിന്നെ വിൻസിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒറിജിനൽ അല്ലാതെ വേറെ വിടില്ല. നമ്മളെ റെക്കമെൻഡ് അങ്ങനെയാണ്. ഓക്കെ, ഈ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്, പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ.